ടോയ്ലറ്റ് ടോയ്ലറ്റ്. നീ പൊക്കോ. ഓഫ്, അതല്ല ടോയ്ലറ്റ്. ഏയ് ഞാൻ വരുന്നില്ല. എടാ പൊട്ട, ടോയ്ലറ്റ് വൈറലായില്ലേ? നഗ്നത കാണിച്ച വീഡിയോയുടെ ആള്. എക്സ്ക്യൂസ് മീ മാഡം. ചട്ടപൊട്ടിയോ? ഗുഡ് മോർണിംഗ് മാഡം. എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു കൂട്ടണം പറ്റോ? കൂട്ടാലോ. താക്കോലും കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ്. താക്കോലോ? താക്കോലോ? എടാ താൻ വന്നൊരു ഹോട്ടൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലിട്ട് ഇരിക്കുവല്ലേ ഞാൻ. എവിടുത്തെ ഹോട്ടൽ? ഏത് ഹോട്ടൽ? എന്തിനു പൂട്ടണം? കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഫുഡ് പോയ്സൺ പിടിപെട്ടു. തൂറ്റലോട് തൂറ്റല്. കാര്യം പറയട്ടെ, നീ ട്രോമയിലായിരുന്നു. സത്യമായിട്ട് കള്ളം പറയേണ്ട കാര്യമില്ല. സത്യം വിടാനല്ല പറഞ്ഞത്, പരാതിതാ. പരാതി ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മറ്റേ എവിഡൻസുകൾ എവിടെ? മറ്റേ എവിഡൻസോ? അത് ഫ്ലഷ് ചെയ്തു. എടോ തനിക്ക് ഫുഡ് പോയ്സണിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് വേണം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്, ഇവിടെ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. പറ്റില്ല. ഞാൻ മുമ്പ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പൊ അതിന്റെ ഇത് വെച്ച് ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്ത നാളത്തേക്കല്ല ഇന്നത്തേക്ക് അവർ തീർപ്പാക്കി തരും. ഇന്ന് പൂട്ടിക്കോ അവര്. എന്നാ താൻ ഓഫീസ് കൊണ്ട് ദുബായ് കൊണ്ടുപോയിക്ക്. എടോ വെറുതെ പോയി ഒരു ഹോട്ടല് റെയ്ഡ് ചെയ്യാനോ പൂട്ടിക്കാനോ ഒന്നും പറ്റില്ല. അതും ഭദ്ര പോലുള്ള ഒരു ഹോട്ടല്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വൈശാഖ. ഭദ്രനെ പോലെ പിടിപാടുള്ളവരുടെ മുമ്പിലൊക്കെ ഇവരുടെ മുട്ട് വറക്കും. ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയാലുണ്ടല്ലോ. പേടിപ്പിക്കില്ല മാഡം. ഞാൻ എന്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചേനെ. താൻ ഇവിടെ കിടന്ന് ഇത്ര വെച്ച് ഉണ്ടാക്കിയിട്ട് ആര് കാണാനാ? കാണാനുള്ളൊക്കെ ഫുൾ നാട്ടുകാരെ കണ്ടില്ലേ? ഇനി എന്ത് കാണാനാണ്? എന്താന്ന്? ഒന്നുമില്ല. എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ. പരാതി സ്വീകരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എവിഡൻസാ? തെളിവാണോ അല്ലേ? തെളിവ് കണ്ണു തുറന്ന് നോക്ക്. കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോകേണ്ടി. ആ സമയത്ത് ഏതോ കാലമട എന്റെ പാന്റ് എടുത്തോണ്ട് പോയി. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഇത്. ഇല്ലടാ വൈശാഖ. ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ടീമാണ്. ഒരു ഭദ്രനും ഭദ്രകാളിയും അവളുടെ ഒരു ഉണ്ട കണ്ണ്. വാടാ. എന്താണോ വെച്ചിരിക്കണത്? HD ക്വാളിറ്റിയിൽ ഒന്നും കാണണോ? ഒരു ചെറിയ തൂറ്റിൽ തുടങ്ങിയത് പിന്നെ ഇതൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാറി. ഇവിടെ CCTV ഉണ്ടോ? ഭാഗ്യം ഇല്ലെങ്കിൽ അതുകൂടി എന്റെ തലയിൽ വന്നേ. വൈശാഖ കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളൂ. അന്ന മിഷമാർക്കരുത്. നടക്കടാ. അവന്റെ ഒലിപ്പിക്കല് അവരെ ആ വീഡിയോ കാണിക്കണ്ടായിരുന്നടാ. ഇവിടെ എവിടെയാണ് ഇരിക്കാറ്? അമ്മച്ചിയുടെ പരാതി എഴുതണം. ആർക്കാ എഴുതേണ്ടത്? ഈ പയ്യന്. ഇയാൾക്ക് അതല്ല, ആർക്കാ എഴുതേണ്ടതെന്ന്. ഈ കണ്ണാടി വെച്ച ഇവനാ എഴുതണ്ടേ. എടാ ഇവൻ ആരടാ? വലിയച്ഛന്റെ മോനാ. ഇവന് ഭ്രാന്തായ? അതുണ്ടല്ലോ. എടാ ഇത് ഏത് ഓഫീസിൽ കൊടുക്കാനാണെന്ന്? അതാണോ ചോദിച്ചത്? KSRTCക്കാണ് പരാതി. ഓ അങ്ങനെ പറ. അതെ. എന്താ ജോലി? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. എന്നിട്ടാണ് ഒരു അപേക്ഷ എഴുതാൻ അറിഞ്ഞൂടാത്തത്? ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നവരെ സ്വന്തമായിട്ട് ഒരു പരാതി എഴുതിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം. നീ ആയിട്ടത് മാറ്റണ്ട. ഇല്ലില്ല. എന്താ പരാതി? കേരളത്തിലെ എല്ലാ KSRTC കംഫർട്ട് സ്റ്റേഷനും വൃത്തിയായി സൂക്ഷിക്കണം. ഹുക്ക് വെക്കണം. പുകവലിക്കരുത്, മുറുക്കി തുപ്പരുത്. മാത്രമല്ല കടാകടിയനായ ഒരു സെക്യൂരിറ്റി ഏത് സമയം വിന്യസിപ്പിക്കണം. പിന്നെ ഭിത്തിയിൽ ആരും നമ്പർ എഴുതിയിടരുത്. വിനോദം, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അതെന്താ? എടാ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. ഒരു തോർത്ത്, ഒരു സോപ്പ്, ഒരു എണ്ണ കുളിമുറിയിൽ വേണം. അതുകൂടെ ഒന്ന് എഴുതിക്കോ. കുളിപ്പിക്കാൻ ഒരാളെ കൂടെ ഏർപ്പാടാക്കാടാ. സൂപ്പർ, നല്ല പദ്ധതിയാ. അതെ അതെ, ആലോചിക്കുന്നതാ. ഇവിടെ ഇട്ടൊരു ഒപ്പിട്. ആ പേര് മറന്നതല്ല. എത്ര അമ്മച്ചി? ഞാൻ 20. ഈ പിടിച്ചേ അമ്മച്ചി. ഐശ്വര്യോട്ട് ഇത് വെച്ചോളൂ. 200 ഇരിക്കട്ടെ. 10-40 കൊല്ലമായി ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അല്ല, ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുമുണ്ട്. അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്.
നാട് നന്നാക്കാൻ എല്ലാരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ്. മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. നീ പാടാണെന്ന് പൈസ വേണമെങ്കിലേ കരയണം. കരഞ്ഞാലേ കിട്ടൂ. പുസ്തകത്തിന് വലയടിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ.